എൻ സുരേഷ് ബാബു വീണ്ടും CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി. ഇത് രണ്ടാം തവണയാണ് എൻ സുരേഷ് ബാബു ജില്ലാ സെക്രട്ടറി ആകുന്നത്. പുതുമുഖങ്ങൾ ജില്ലാ കമ്മിറ്റിയിലെത്തും. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. പാലക്കാട് നിഖിൽ, വിവരണം എന്തൊക്കെയാണ്? ഉമേഷ്, പാലക്കാട്ട് CPIMനെ നയിക്കാൻ വീണ്ടും എൻ സുരേഷ് ബാബു, അദ്ദേഹത്തിന് രണ്ടാം ഊഴം. എൻ സുരേഷ് ബാബുവിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും പിന്നീടുണ്ടായ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലാണെങ്കിലും വോട്ട് ഉയർത്താൻ സാധിച്ചു എന്നുള്ളത് ആലത്തൂരിൽ നമുക്കറിയാം, ആലത്തൂർ പിടിച്ചെടുക്കാൻ കഴിഞ്ഞതാണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതോടൊപ്പം തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ഉയർത്താൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഡോക്ടർ പി സരിൻ സ്ഥാനാർത്ഥിയായിട്ടും നല്ല പ്രചരണം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മറ്റ് ഭിന്ന അഭിപ്രായങ്ങളില്ലാതെ തന്നെ അദ്ദേഹം CPIMന്റെ ജില്ലാ സെക്രട്ടറിയായി വീണ്ടും എത്തുന്നു. രണ്ടാം ഊഴം എൻ സുരേഷ് ബാബുവിന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 7 പുതുമുഖങ്ങൾ ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തുന്നു എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി. ആർ ജയദേവൻ, എൻ സരിത, CP പ്രമോദ്, NB സുഭാഷ്, TK അച്യുതൻ, T കണ്ണൻ, ഗോപാലകൃഷ്ണൻ എന്നിവർ പുതുതായി കമ്മിറ്റിയിലേക്ക് എത്തുന്നു എന്നതാണ് CPIM ജില്ലാ സമ്മേളനം. കഴിഞ്ഞ 3 ദിവസമായി ചിറ്റൂരിൽ നടക്കുന്നു. കാര്യമായിട്ടുള്ള വിവാദങ്ങളില്ലാതെ തന്നെ സമ്മേളനം പൂർത്തിയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുതിർന്ന നേതാക്കൾക്കടക്കം NN കൃഷ്ണദാസിന്, PK ശശി, AK ബാലൻ അടക്കമുള്ള ആളുകൾക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നെങ്കിലും അത് കാര്യമായ തോതിൽ, അതൊരു തർക്കങ്ങളിലേക്കൊന്നും തന്നെ കാര്യങ്ങൾ പോകാതെ അത് പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പ് കാലത്തെ NN കൃഷ്ണദാസിൻ്റെ വിവാദ പ്രസ്താവന, നീലപ്പെട്ടി വിവാദത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന, മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന, അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ സഖാവായിരിക്കുമെന്ന AK ബാലന്റെ പ്രസ്താവന, അതോടൊപ്പം തന്നെ PK ശശിക്കെതിരായി ഉയർന്ന ആരോപണങ്ങൾ, ഇതെല്ലാമായിരുന്നു ഒരു വിമർശനം എന്നോണം ഉയർന്നു വന്നത്. മറ്റ് കാര്യങ്ങളിലൊന്നും തന്നെ കാര്യമായിട്ടുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കൊഴിഞ്ഞാമ്പാറയിൽ വിട്ടുനിൽക്കുന്ന സഖാക്കളെ ഒപ്പം ചേർക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി ഉയർന്നു വന്നു. അതായത് അവരുമായി ഒരു സമവായ ചർച്ചകൾ നടത്തിക്കൊണ്ട് പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അത് അത്തരത്തിലുള്ളൊരു നീക്കങ്ങൾ കൂടി നടത്തണമെന്നുള്ള ആവശ്യം കൂടി ഉയർന്നു വന്നു. എന്തായാലും ഇന്നിപ്പോൾ വൈകിട്ട് 14,000-ഓളം റെഡ് വോളണ്ടിയർമാർ പങ്കെടുക്കുന്നൊരു വലിയ ജാഥ തന്നെ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും പൊതുസമ്മേളനം ഉണ്ടാവുക. നിയമസഭ നടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സമാപന സമ്മേളനത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയില്ല എന്നുള്ളൊരു വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ MV ഗോവിന്ദൻ തന്നെയായിരിക്കും സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുക. ഈ 3 ദിവസവും CPIM സംസ്ഥാന സെക്രട്ടറി സജീവമായി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ പ്രതിനിധികൾ ബ്രൂവറി വിഷയത്തിലടക്കം ഏതായാലും എൻ സുരേഷ് ബാബു CPIMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആകുന്നു. രണ്ടാം തവണയാണ് എൻ സുരേഷ് ബാബു ഈ പദവിയിലെത്തുന്നത്. നിഖിൽ പ്രമേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്.